ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് 4ാമത്തെ നോമ്പാണ്. ഞാൻ ഷോപ്പിലാട്ടോ. ഷോപ്പിൽ കാക്കുണ്ട്, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? നോമ്പൊക്കെ ഉഷാറായിട്ട് പോണില്ലേ? അപ്പോൾ ഞാൻ ഷോപ്പിൽ വന്നേക്ക് തന്നെ ആദ്യം എന്തെങ്കിലും എടുത്തേക്കണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്തു വെക്കും കേട്ടോ. അതൊക്കെ ഇപ്പോൾ സാധനം വന്നാണ്, പമ്പേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തിലോട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിൽ വന്നാൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു വെക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. പിന്നെ സ്കൂൾ കുട്ടികളുണ്ട്. ഇന്ന് 10ാം ക്ലാസ്സിൽ സ്കൂളിലെ എക്സാമാണ്. 10ാം ക്ലാസ്സുകാർക്ക് എക്സാമാണ്, പബ്ലിക് എക്സാം. അപ്പോൾ അങ്ങനെ പിന്നെ മോനിന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. എനിക്ക് മുണ്ട വീക്കായതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ റൂമിലോട്ട് പോകാൻ നിൽക്കാം കേട്ടോ. മോളെ സ്കൂളിൽ പറഞ്ഞു വിടണം. അപ്പോൾ 9:45 അവരെ അങ്ങോട്ട് ആക്കണം. അപ്പോൾ ഞാനങ്ങനെ റൂമിലോട്ട് പോവാണ്. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വരാനും പോകാനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ റൂമിൽ പോയപ്പോൾ ഓള് നല്ല യൂണിഫോമൊക്കെ മാറ്റി നല്ല ഡാൻസ് കളിച്ചു കേട്ടോ. ഓളിടക്ക് അങ്ങനെയുണ്ട്, കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഓള് നല്ല വൃത്തിയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി തല വാർന്നു കൊടുക്കണം കേട്ടോ. ഓളെ ഞാൻ അവളോട് പറഞ്ഞു, മോളെ മോൾക്ക് പറ്റുകയാണെങ്കിൽ മോള് ഡ്രസ്സ് യൂണിഫോം മാറ്റ്, എന്നിട്ട് ഉമ്മച്ചി വരാമെന്ന് പറഞ്ഞിരുന്നു. ഓള് ഞാൻ എങ്ങനെ ഇട്ടെടുക്കല് അതേപോലെ അല്ല വൃത്തിക്കിട്ടിക്കണം, ബെൽറ്റും കാര്യങ്ങളൊക്കെ പാവം. അപ്പോൾ ഇനി ഓളെ തലയും കൂടി വാർന്നെടുത്തിട്ട് ഞാൻ ഓളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചാനൽ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് നേരത്തെ പറയാൻ പറ്റുക. കാരണം ഷോപ്പിലാവുമ്പോൾ എനിക്ക് അവിടെ കാക്കുണ്ട്, അപ്പോൾ അവിടുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വരാം കേട്ടോ. റീസമോളെ സ്കൂളിലാക്കിയിട്ട് വരാം കേട്ടോ. മോനൊന്നും പോയിട്ടില്ല, അവനക്ക് മാറിയിട്ടില്ല, അവൻ്റെ മുണ്ടവീക്കം മാറിയിട്ടില്ല. അപ്പം ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. ഈ അവിടെ നിൽക്ക്. ഞാൻ അവളെ സ്കൂളിലാക്കുമ്പോൾ ഓനവിടെ നിന്നിട്ടോ. പിന്നെ ഇത് മേലേക്ക് പോണ റോഡാട്ടോ, സ്കൂളിലോട്ട് പോണ റോഡാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ 9:15 തന്നെ അവർക്ക് ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ പ്രീ പ്രൈമറി. മറ്റേത് കാണുന്നത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് ഇപ്പോൾ LKG UKG ഈ സെക്ഷന് മാത്രമേ ഉള്ളൂ LKG UKG ഉള്ളത്. അപ്പം അങ്ങനെ ഞാൻ അവളെ ബാഗൊക്കെ കൊടുത്ത് ക്ലാസ്സിൽ ഇരുത്തിയിട്ട്, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എപ്പോഴും അവളെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടേ ഞാൻ പോകലുള്ളൂ. അപ്പോൾ അവൾ ഇവിടെയാണ് ഇരിക്കൽ. മക്കളെ ഞാൻ അവളെ കൊണ്ടുവന്നാക്കിട്ടോ. വെയിലാണ്. ഞാൻ ഇനി നേരെ ഷോപ്പിലോട്ടാണ് പോണേ. എന്താ കേട്ടോ അങ്ങാടി. ഇതാട്ടോ ഷോപ്പ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ് തന്നെ. അങ്ങനെ ഷോപ്പിലെത്തിട്ടോ. ഷോപ്പിലെത്തി എന്നും ചെയ്യണ പോലെ തന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. അടിച്ചു വാരലാണ്. അടിച്ചു വാരിന് ശേഷം നിലം തുടക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർ ഡീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇടുങ്ങിയ ഒരു സ്പേസ് ആയതുകൊണ്ട് അടിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിയണ പോലെ മാക്സിമം ക്ലീൻ ചെയ്യാൻ നോക്കലുണ്ട്, മാക്സിമം വൃത്തിയിൽ കൊണ്ടെടുക്കലുണ്ട്. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞതിന് ശേഷമാണ് തുടക്കലും പിന്നെ ഈ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കലൊക്കെ അപ്പോഴാണ് കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ചെയ്യൽ. അങ്ങനെ ഒരു ഭാഗത്ത് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന വീടുണ്ടല്ലേ, ഇതാണ് കേട്ടോ തങ്ങളെ വീട്. വേറെ പേരെനിക്കറിയില്ല. പിന്നെ കുറച്ച് 2 പേരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ റോഡ് പോണത് സ്കൂളിൻ്റെ ബാക്കിലോട്ടും പോവുക,
പിന്നെ ആ റോട്ടിലൂടെ എൻ്റെ വീട്ടിലോട്ടും പോവാം, പിന്നെ താഴെ കാണുന്ന റോട്ടിലോട്ടൊക്കെ എൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്തത്തെ മുറ്റൊക്കെ അടിച്ച് വരലുണ്ട്. അപ്പോൾ അവിടുത്തെ ചവിട്ടിയിലൊക്കെ നല്ലോണം മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് കുടഞ്ഞിടുകയാണ്. ഇതൊക്കെ ഡെയിലി ചെയ്യണ ജോലി തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ക്യാമറ വെച്ചിങ്ങനെ എവിടെ വെച്ചാൽ ചെരുപ്പൊക്കെ വെക്കുന്ന ഡിസ്പ്ലേൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസിൻ്റെ അവിടെ ജസ്റ്റ് ആരും കാണാത്ത രീതിയിൽ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു, തുടക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലമാകുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് തുടക്കണ സമയത്തൊക്കെ. ചിലപ്പോൾ കയ്യിൻ്റെ മുട്ടൊക്കെ കുത്തും, ഭയങ്കര വേദന. അപ്പോൾ അങ്ങനെ ചില സമയത്ത് അങ്ങനെയൊക്കെ ആവലുണ്ട്. എന്നാലും സൂക്ഷിച്ചുകൊണ്ട് ചെയ്യലുണ്ട്. പിന്നെ അങ്ങനെ ഗ്ലാസ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡെയിലി ചെയ്യണത് തന്നെയാണ്. പിന്നെ എപ്പോഴും പൊടി ഫാനൊക്കെ ഇടുന്നതുകൊണ്ട് പുറത്ത് റോഡിൻ്റെ വക്കനല്ല, അപ്പോൾ നല്ലോണം പൊടി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നല്ല ക്ലീൻ ആക്കലുണ്ട് എപ്പോഴും. പിന്നെ നേരത്തെ ഞാൻ വെച്ചത് ആ ഇൻസുലേഷൻ ടാപ്പിൻ്റെ മെഷീൻ, അതിൻ്റെ മുകളിലാട്ടോ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ വീട്ടിലോട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ താക്കോൽ എൻ്റെ കയ്യിലാണ്. കാക്ക പള്ളിയിൽ പോയിക്കാണ്. എനിക്ക് 1:15 ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നോമ്പിൻ്റെ 4ാമത്തെ നോമ്പല്ലേ ഇന്ന്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നോമ്പ് തുറക്കണ വീഡിയോ ഒന്നും എടുക്കണില്ല. കാരണം ഞങ്ങൾ സാധാ പോലെ തന്നെ ചോറും കറി ഇതൊക്കെ തന്നെയാണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ എന്താ പറയുക, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കും. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നു, വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് 1 ഷോപ്പിലോട്ട് പോകാൻ, പിന്നെ സ്കൂളിൽ പോയിട്ട് മോളെ കൊണ്ടുവരണം, പിന്നെ വീണ്ടും ഷോപ്പിലോട്ട് പോവും. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും എങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീണ്ടും പറയണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.